ഞങ്ങളുടെ സ്നേഹപിതാവായ ചാവറയച്ച, അങ്ങ് ഞങ്ങളുടെ കുടുംബങ്ങൾ ആകാശമോക്ഷത്തിന് സദൃശ്യമാകണമെന്ന് ആഗ്രഹിച്ചപ്പോൾ പരിശുദ്ധ ത്രിത്വത്തിൽ വിളങ്ങിയിരുന്ന ഏഴാമത്തെ ഗുണമായ ദൈവഭയം ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചല്ലോ. പിതാവേ, സങ്കീർത്തന പുസ്തകം 139 അധ്യായം അങ്ങയുടെ ഹൃദയത്തിലുണ്ടായിരുന്നു അല്ലേ? ഞങ്ങൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴുമൊക്കെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ ദൈവഭയത്തോടെ ആയിരിക്കാൻ അങ്ങ് ഞങ്ങളോട് പറഞ്ഞുവല്ലോ. ചാവറ പിതാവേ, മാത്രമല്ല ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വിശുദ്ധ കുർബാനയിലും വിശുദ്ധ കുംഭസാരത്തിലും മറ്റു കൂദാശകളിലുമൊക്കെ ദൈവഭയത്തോടെ മക്കൾ പങ്കെടുക്കണമെന്ന് അവിടുന്ന് എത്ര തീവ്രമായി ആഗ്രഹിച്ചു. അവിടുന്ന് വിശുദ്ധിയെക്കുറിച്ച് എത്ര മനോഹരമായിട്ടാണ് ഞങ്ങളുടെ ചാവരുള്ളിൽ മനോഹരമായി പറയുന്നത്. പിതാവേ, ആൺകുട്ടികൾ വസ്ത്രങ്ങളില്ലാതെ നടക്കുന്നതും പെൺപൈതങ്ങൾ ചട്ടയിടാതെ നടക്കുന്നതും കാരണവന്മാർ അതിനെ തിരുത്തി കൊടുക്കാതിരിക്കുന്നതുമൊക്കെ ആത്മാക്കളുടെ നാശത്തിന് എത്രയോ കാരണമാകുന്നു എന്ന് പറഞ്ഞ പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ മക്കളുടെ വിശുദ്ധിക്ക് വേണ്ടി അധ്വാനിക്കുവാൻ അങ്ങയുടെ മക്കളായ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളിൽ വിശുദ്ധി വളരുവാൻ, ദൈവഭയം വളരുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പിതാവിനോട് ചേർന്ന് കാരുണ്യനാഥനെ ഞങ്ങൾ വാഴ്ത്തിപ്പാടട്ടെ. കാരുണ്യനാഥനാം ദൈവകുമാരൻ്റെ ആരുണ്യശോഭയെ കാണാകണം. കാരുണ്യനാഥനാം ദൈവകുമാരൻ്റെ ആരുണ്യശോഭയെ കാണാകണം.